जय राधा माधव जय कुंज बिहारी जय राधा माधव जय कुंज बिहारी जय गोपी जन वल्लभा गिरिवरधारी जय राधा माधव जय कुंज बिहारी यशोदनन्दन व्रज जनरञ्जन यशोदनन्दन व्रज जनरञ्जन यमुना तीरवनचारि जय राधा माधव जय कुंज बिहारी हरे कृष्णा कृष्ण कृष्णा हरे 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 राम 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 हरे हरे जय प्रभुपदा जय प्रभुपदा प्रभुपदा जय प्रभुपदा जय गुरुदेवा जय गुरुदेवा गुरुदेवा जय गुरुदेवा जय गुरु हरिबो 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 नित्य गौर हरिबो नित्य गौर हरिबो हरिबो नित्य गौर हरिबो हरे कृष्ण ഏറ്റവും കുറച്ച് സമയം കൂടെ തന്നെ സോറി എൻ്റെ സിസ്റ്റം ചെറിയൊരു പണിയായിപ്പോയി എക്സ്പെക്ട് ചെയ്തില്ല അത് ഓൾട്ടർനേറ്റീവ് ഹരേ കൃഷ്ണ അപ്പോൾ ഇന്ന് കൃഷ്ണകൃപയാലും ഭക്തന്മാരുടെ കൃപയാലും നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് ചാൻസ് കിട്ടിയിരിക്കുന്നത് ഒന്നാമത്തെ ക്യാൻഡോ 9-ാമത്തെ അധ്യായം 20-ാമത്തെ ശ്ലോകമാണ്. നമുക്ക് നോക്കാം അത് എത്രത്തോളം നമുക്കത് മനസ്സിലാക്കാൻ പറ്റും, അതിന് നമുക്ക് എന്ത് പ്രാക്ടിക്കലി എടുക്കാൻ പറ്റും, നമ്മുടെ ലൈഫിൽ അത് എന്ത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം. ഹരേ കൃഷ്ണ. കുറച്ച് ഡിവോട്ടീസിന്റെ ക്ലാസ്സുകളും റെഫറൻസും ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുപോലെ പറയാൻ പറ്റണമെങ്കിൽ എല്ലാവരും പ്രാർത്ഥിക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കുക. ഉറപ്പായിട്ടും തെറ്റുകളുണ്ടാവും. എൻ്റെ പേഴ്സണലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഭക്ത കാറ്റഗറിയിലേ ഉള്ളതല്ല, അറ്റ്ലീസ്റ്റ് ഭക്തന്മാരുടെ ഭക്തനാവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്റ്റിൽ ഫെയിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരുപാട് തെറ്റുകളുണ്ടാവും. എല്ലാവരും ക്ഷമിക്കുക. എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ ദയവായി പറഞ്ഞുതരാം. ഹരേ കൃഷ്ണ. എല്ലാ പ്രാവശ്യവും നമ്മുടെ ഗുരുമഹാരാജ് വിശ്വാസ മഹാരാജ് പറയുന്ന പോലെ ഭാഗവതം മനസ്സിലാവാൻ വേണ്ടിയിട്ടും നമ്മൾ ഭാഗവതം ക്ലാസ് തുടങ്ങിയ സമയത്ത് ആദ്യകാലങ്ങളിൽ, ഇപ്പോൾ 1 വർഷമായി, ആദ്യകാലങ്ങളിൽ പറയുന്നുണ്ടായിരുന്നു ഫസ്റ്റ് കുറച്ച് ശ്ലോകങ്ങളിൽ എപ്പോഴാണോ നമ്മൾ ഭാഗവതം വായിക്കണം അല്ലെങ്കിൽ കേൾക്കണം എന്ന് നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന ടൈമിൽ തന്നെ നമുക്ക് മുക്തി കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ തന്നെ എപ്പോഴാണോ നമ്മൾ ഭാഗവതം വായിക്കാൻ റെഡി ആവുന്നത് അതേ സമയത്ത് നമുക്ക് ഭഗവാൻ വന്നിട്ട് നമ്മുടെ ഹൃദയ കമലങ്ങളിൽ വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഭഗവാനെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കാം.
ഓം നമോ ഭഗവതേ വാസുദേവൻ 3 ടൈം പറയാം. അപ്പോൾ അതാണ് കീ. നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എന്താ പറയുക, നമ്മുടെ ചെവികളിലൂടെ ഹൃദയത്തിലോട്ട് പോകുമെന്ന് പറയുന്ന പോലെ ഭാഗവതമായ അമൃതം എല്ലാവരും ശ്രവിക്കാനായിട്ട് റെഡിയാവുക. പ്രഭുപാദ് എന്താണോ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നല്ല രീതിയിൽ നോക്കാം. അപ്പൊ എല്ലാവരും 3 തവണ ഓം നമോ ഭഗവതേ വാസുദേവായ ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് പറയും. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരേ. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ശ്ലോകേ ഭക്തിർഭവതി നിഷ്ഠകേ. മൂകം കരോതി വാചാലം പങ്കും ലംഘേതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരണം. യത്കൃപാതമഹം വന്ദേ ശ്രീചൈതന്യമീശ്വരം. യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്ലോകം ഫസ്റ്റ് കാൻഡോ 9ാമത്തെ അധ്യായം 20ാമത്തെ ശ്ലോകം. യം മന്യസേ മാതുലേയം യം മന്യസേ മാതുലേയം പ്രിയം മിത്രം സുഹൃത്തമം അകരോ സചിവം ദൂതം സൗഹൃദാത് അദസാരഥിം. യം മന്യസേ മാതുലേയം പ്രിയം മിത്രം സുഹൃത്തമം അകരോ സചിവം ദൂതം സൗഹൃദാത് അദസാരഥിം. യം മന്യസേ മാതുലേയം പ്രിയം മിത്രം സുഹൃത്തമം അകരോ സചിവം ദൂതം സൗഹൃദാദസാരഥിം. ഹരേ കൃഷ്ണ. ആരെങ്കിലും കേട്ട് ചൊല്ലുന്നു? ഹരേ കൃഷ്ണ പ്രഭു, ചൊല്ലട്ടെ. പറഞ്ഞു പോകുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. യം മന്യസേ മാതുലേയം പ്രിയം മിത്രം സുഹൃത്തമം അകരോ സചിവം ദൂതം സൗഹൃദാദസാരഥിം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വേർഡ് ബൈ മീനിങ് വായിക്കാം. എല്ലാവരും കേട്ടിരിക്കുക. യം വ്യക്തി, മന്യസേ താങ്കൾ വിചാരിക്കുന്നു, മാതുലേയം പിതൃശ്വസേയൻ പ്രിയം വളരെ പ്രിയപ്പെട്ട, മിത്രം സുഹൃത്തമം ഉത്സുകനായ, അഭ്യുതകാംക്ഷി, അകരോ നിറവേറ്റി, സജീവം ഉപദേഷ്ടാവ്, ദൂതൻ സൗഹൃദാത് ഹിതേച്ഛ, അധ അതിന്മേൽ, സാരഥി. ശില പ്രഭുപാദ് ജയ്. ഹേ രാജാവേ, അങ്ങയുടെ അറിവില്ലായ്മ നിമിത്തം പിതൃശ്വസേയനെന്നും ഉറ്റ സുഹൃത്തെന്നും അഭ്യുതകാംക്ഷിയെന്നും ഉപദേഷ്ടാവെന്നും ദൂതനെന്നും ഉപകാരിയെന്നുമൊക്കെ അങ്ങ് കരുതിപ്പോന്ന ആ വ്യക്തി വിശേഷ സ്വരൂപം അഥവാ സത്വാത്മ കവപുസ് പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാകുന്നു. ഭഗവാൻ ശില പ്രഭുപാദ് ജയ്. പാണ്ഡവരുടെ മാതുലപുത്രനായും ഭ്രാതാവായും മിത്രമായും അഭ്യുതകാംക്ഷിയായും ഉപദേഷ്ടാവായും ദൂതനായും ഉപകാരിയായും ഒക്കെ വർത്തിക്കുന്നുവെങ്കിലും ശ്രീകൃഷ്ണ ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷൻ തന്നെയാണ്. അഹേതുകമായ കൃപയാലും ശുദ്ധ ഭക്തരോടുള്ള ദാക്ഷിണ്യത്താലും അദ്ദേഹം എല്ലാവിധ സേവനങ്ങളും നടത്തുന്നു. എന്നാൽ പരമപുരുഷന്റെ പദവിക്ക് മാറ്റം വന്നു എന്ന് അതിനർത്ഥമില്ല. അദ്ദേഹത്തെ ഒരു സാധാരണ വ്യക്തി എന്ന് ധരിക്കുന്നത് ഘോരമായ അജ്ഞതയാണ്.
श्री प्रभुपाद की जय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकदामह्यं ददाति सुखदान्तिकं वन्देऽहं श्रीगुरो श्रीयुतापदकमलं श्रीगुरुन् वैष्णवांश्च श्रीरूपं साग्रजातं सगुणरघुनाथादितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सर्वललिता श्रीविशाखानिधांश्च। हे कृष्णा करुणा सिंधु दीनबंधो जगतपते गोपेश गोपिकांत राधा कांता नमोस्तुते। तप्तकांजलि गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। कुञ्जाकल्पतरुभिश्च कृपा सिन्धुभ्यः प्रजापतिदानं पावनेभ्यो वैष्णवेभ्यो नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। ഹരേ കൃഷ്ണ. അപ്പൊ ഇന്നത്തെ ശ്ലോകത്തില് ഭാവാർത്ഥത്തിൽ നമുക്ക് ആദ്യം വിവർത്തനം ആദ്യം നോക്കാം. സിറ്റുവേഷൻ ഡിവോട്ടീസ് എല്ലാം ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭീഷ്മദേവർ വന്നിട്ട് മഹാജന്മങ്ങളിൽ ഒരാളെ പരമഭക്തനായ കോൺഫിഡൻഷ്യൽ ഡിവോട്ടിയായ, അങ്ങനെയാണ് ആ വാക്ക് പറയുന്നത്. ശുദ്ധഭക്തൻ എന്ന് പറയുന്നത് ഭഗവാന്റെ വളരെ കുറച്ച് കോൺഫിഡൻഷ്യൽ ഡിവോട്ടീസ് ആണുള്ളത്. വളരെ ഭഗവാന് ഡിയറും നിയറും ആയിട്ടുള്ളവര്. അപ്പൊ ഭഗവാന്റെ പ്ലാനുകളെല്ലാം അവർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. നമ്മളെപ്പോലെ സാധാരണ, എന്നെയൊക്കെ പോലെ സാധാരണ ആളുകൾ, നമ്മൾ ജനറൽ മാസ് പോപ്പുലേഷൻ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഓരോ കാര്യങ്ങളും നടക്കുന്നതിന്റെ പുറകിലുള്ള റീസൺസ് അവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ല. ഇപ്പൊ തന്നെ ഒരുപാട് ഡിവോട്ടീസിന്റെ ക്ലാസ്സുകളിൽ പല പല എക്സാമ്പിൾസും അതിന്റെ രീതികളും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ വളരെ മനോഹരമായ ക്ലാസ്സുകളായിരുന്നു. ഭീഷ്മദേവന്റെ ക്വാളിഫിക്കേഷൻസ്, ഭീഷ്മദേവൻ ആരാണെന്നുള്ളത്. അപ്പോൾ അദ്ദേഹം വന്നിട്ട് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ, ഭീഷ്മദേവൻ ഭഗവാന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ചിട്ട്, നമുക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് എന്ത് വേണമെന്നുള്ളത് ആരെങ്കിലും പറഞ്ഞു തന്നാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ ശുദ്ധഭക്തന്മാർ എങ്ങനെയാണ്, അദ്ദേഹത്തിന് ഭഗവാന്റെ ഇച്ഛ എന്താണെന്ന് നല്ലതുപോലെ അറിയാം. അറിയാം എന്നുള്ളത് കൊണ്ട് തന്നെ കൗരവരുടെ പക്ഷത്ത് നിൽക്കുകയും, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഇത്രയും യോദ്ധാവായിട്ടുള്ള, അതായത് ഭീഷ്മദേവരെ ആർക്കും തോൽപ്പിക്കാൻ പറ്റത്തില്ല, അങ്ങനെയുള്ള ഭീഷ്മദേവരെ തന്നെ ശരശയിലാണ് കിടക്കുന്നത്. അതായത് എത്ര വലിയ ഫിസിക്കലി സ്ട്രോങ് ആയിട്ടുള്ള ആളായാലും ധർമ്മത്തിന്റെ കൂടെ അല്ലെങ്കിൽ ഭഗവാന്റെ കൂടെ അല്ലെങ്കിൽ ഒരിക്കൽ ഇത് തന്നെ ആയിരിക്കും അവസ്ഥ എന്നുള്ളത് പ്രൂവ് ചെയ്ത് തരികയാണ് ഇവിടെ. നമ്മൾ ചില കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, ഞാൻ ഈ ഭാഗവതം ഈ ചാപ്റ്റർ വായിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു കാര്യം, നമ്മൾ പല ഡിവോട്ടീസും, പതിവൻ ബ്രൂ ഇടയ്ക്ക് പറയും, പല ഡിവോട്ടീസും മറന്നുപോയൊരു കാര്യമാണ്. നമ്മൾ ഡിവോട്ടീസിനെ കാണുന്ന സമയത്ത് നമ്മൾ നമസ്കരിക്കും, വെൽക്കം ചെയ്യും. അപ്പോ ഇപ്പൊ പക്ഷെ അങ്ങനെ ഒരു ട്രെൻഡ് ആക്ച്വലി കാണുന്നില്ല. അറ്റ്ലീസ്റ്റ് ജസ്റ്റ് തൊഴും നമസ്കരിക്കുന്ന അങ്ങനെ വലുതായിട്ട് കാണുന്നില്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് തറയിലെങ്കിലും നമ്മൾ തൊട്ട് തൊഴണം. കാര്യം ആ വരുന്നത് ശുദ്ധഭക്തനാണോ അല്ല അല്ലാത്ത ഭക്തനാണോ അങ്ങനെയുള്ളതെന്ന് നമ്മൾ അങ്ങനെ ചിന്തിക്കാനേ പാടില്ല എന്നാണ്. അപ്പം ഭഗവാന്റെ അംശമായിട്ടുള്ള, ഭഗവാൻ പരമാത്മാവായിട്ട് അദ്ദേഹത്തിന്റെ കൂടെ ഇരിക്കുന്ന ഒരാളാണ് വരുന്നത്. അപ്പൊ നമ്മൾ ആ ബേസിക്സ് നമ്മൾ പലരും ഇങ്ങനെ മറന്നു പോകാറുണ്ട്. ഇപ്പൊ വളർന്നു വരുന്ന തലമുറ ആയാലും അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ ഒരു ഇത് കാണുന്നില്ല. അപ്പൊ നമ്മൾ അച്ഛനമ്മമാരും ഇവിടെ ക്ലാസ്സിൽ ഇരിക്കുന്നവരും നമ്മൾ അടുത്ത തലമുറയ്ക്കും പറഞ്ഞു കൊടുക്കുക, ഡിവോട്ടീസിനെ കാണുമ്പോൾ പറ്റുന്ന സ്ഥലമില്ലെങ്കിലും നമ്മൾ തൊട്ട് തൊഴണം. ഇപ്പം ചെളിയാണ് നമസ്കരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ മണ്ണാണ് നമസ്കരിക്കാൻ പറ്റില്ല, നമസ്കരിക്കാൻ പറ്റുന്ന സ്ഥലത്തെല്ലാം നമസ്കരിക്കുക ഡിവോട്ടീസിനെ കാണുമ്പോൾ. അപ്പം അതൊന്ന് ബേസിക് ആയിട്ട് നമ്മളൊന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഭീഷ്മദേവര് ശരശയിൽ കിടക്കുമ്പോൾ പാണ്ഡവര്, ഋഷിമാര്, അങ്ങനെ ഒത്തിരി പേര് വരുന്നത് നമുക്ക് ഇവിടെ കാണാം. അപ്പോ ഭീഷ്മദേവർക്ക് ആ സിറ്റുവേഷനിൽ എഴുതിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അദ്ദേഹം ഇതിനു മുന്നേ ശ്ലോകങ്ങൾ പറ അദ്ദേഹം കിടന്നുകൊണ്ട് തന്നെ എന്ത് ചെയ്യാണ്, അവരെ വെൽക്കം ചെയ്യണം, വാക്കാല് വെൽക്കം ചെയ്യണം. അപ്പൊ ഇതെല്ലാം നമുക്ക് ആക്ച്വലി നമുക്കൊരു പാഠമാണ്. നമ്മളും ഇത് പഠിക്കണം, നമ്മളും ഇത് ചെയ്യണം. ഭീഷ്മദേവർ നമുക്ക് വേണ്ടി കാണിച്ചു തരികയാണ്. അപ്പൊ ഇതൊരു കാര്യം എനിക്ക് പറയണമെന്ന് തോന്നി, അതൊരു പോയിന്റ്. രണ്ടാമത് വന്നിട്ട്
ഇതിനകത്ത് പ്രഭുപാദ് ഇംഗ്ലീഷ് ഭാഗവത്തിൽ ഒരു സൂപ്പറായിട്ട് എഴുതിയിട്ടുണ്ട്. ഔട്ട് ഓഫ് ഇഗ്നറൻസ് യു തോട്ട്, അതായത് അറിവില്ലായ്മ കൊണ്ട് എന്താണ് യുധിഷ്ഠിരന് വന്നിട്ട് ഞാൻ ഈ ചെയ്ത പാപമാണ്, ഇങ്ങനെയെല്ലാം കുറെ കാര്യങ്ങൾ ഭഗവാൻ പറഞ്ഞിട്ടാണ് യുദ്ധം ഞാൻ കാരണമാണെന്ന് എല്ലാം നടന്നെന്നുള്ള രീതിയിലും പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോ ഭീഷ്മദേവർ കുറെ കാര്യങ്ങൾ പറയുന്നതിൽ പറയാണ്, ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, അറിവില്ലായ്മ കൊണ്ടാണ് യുധിഷ്ഠിര നിനക്കിങ്ങനെ തോന്നുന്നത്. എന്താണ് തമിഴിൽ ഇതിന്റെ ഒരു ട്രാൻസ്ലേഷൻ ഞാൻ ഇങ്ങനെ കേട്ടായിരുന്നു. അപ്പൊ അതിൽ പറയുന്നുണ്ട്, മാമനാണ് എന്ന് പറയുന്നുണ്ട്. നിനക്ക് തോന്നും ഇവിടെ പറയുന്നത് പിതൃ ഷേയൻ എന്നാണ്. തമിഴിൽ പറഞ്ഞിരിക്കുന്നത് മാമൻ എന്നാണ്. മാമൻ ഫ്രണ്ടായിട്ട് തോന്നും, സുഹൃത്തായിട്ട് തോന്നും, അഭ്യുദയകാംക്ഷയായിട്ട് തോന്നും, ഉപദേഷ്ടാവായിട്ട് തോന്നും, ഉപകാരിയായിട്ട് തോന്നും, ഇങ്ങനെയൊക്കെ തോന്നുന്നു. പക്ഷേ അത് ആക്ച്വലി മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്ന ആരാണ്? ഇത് പരമദിവ്യോത്തമായ പുരുഷനാണ്. ഇതിൽ ഒരു വേർഡ് സുഹൃത്തമം എന്ന് പറയാനുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു പ്രഭുപാദ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് സുഹൃത്തമം എന്ന് വെച്ചാൽ ഉത്സുകനായ അഭ്യുദയകാംക്ഷി. അഭ്യുദയകാംക്ഷി നമുക്കറിയാം. അഭ്യുദയകാംക്ഷി എന്താണ്? നമുക്ക് അഭ്യുദയകാംക്ഷി എന്ന് വെച്ചാൽ ആരാണോ ആർക്ക് ഒരാളുടെ അഭ്യുദയകാംക്ഷി എന്ന് വെച്ചാൽ അയാൾക്ക് നല്ലത് വരണം, നല്ലത് വരണമെന്ന് ചിന്തിക്കുന്നത്, അവർക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്, ഇതാണ് അഭ്യുദയകാംക്ഷി എന്ന് പറയുന്നത്. ഇവിടെ സുഹൃത്തമം എന്ന് പറയുന്നത് പ്രഭുപാദ് അതിൽ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന ആർഡന്റ് വെൽവിഷർ എന്നാണ്. ഉത്സുകനായ അഭ്യുദയകാംക്ഷി. സാധാരണ ഒരു അഭ്യുദയകാംക്ഷിയല്ല. ഭഗവാൻ വന്നിട്ട് അപ്പൊ എന്തുമാത്രം ഭീഷ്മദേവർ മനസ്സിലാക്കിയിട്ടെന്ന് നോക്കണം. ആ വാക്ക് പ്രഭുപാദ് ഇവിടെ വളരെ മനോഹരമായി, ഉത്സുകനായ അഭ്യുദയകാംക്ഷി. അതായത് ഒരാൾക്ക് നല്ലത് വരണം എന്നല്ല, നല്ലത് അയാൾക്ക് എപ്പോഴും ചിന്തിക്കും അയാളെ പറ്റി. എന്താണ് എനിക്ക് ഈ ആളിന് നല്ലത് മാത്രം. ഭഗവാൻ എങ്ങനെയാണ് ഭക്തന്മാരെ പറ്റി ചിന്തിക്കുകയാണ്. എന്റെ ഭക്തന് നല്ലതും ആ ഭക്തനെ ഞാൻ എങ്ങനെ സർവ് ചെയ്യാം എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. ഇവിടെ തന്നെ ഞാനൊരു ഗന്ധരാജ് മെയിൽ വായിക്കണ്ടായി. ആ മെയിൽ എന്ന് വെച്ചാൽ ഓൾ ബെനിഫിഷ്യൻ പുരുഷോത്തമ, അതിന്റെ പാർട്ട് 10 ഈ ശ്ലോകം മെൻഷൻ ചെയ്യുന്നത്. അപ്പൊ ഭഗവാൻ പുരുഷോത്തമനായിട്ട് വരുന്നു എന്ന് പറഞ്ഞിട്ടാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അതില് മഹാഭാരതത്തില് 5, 70, 77 അതിനകത്ത് സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് പാണ്ഡവരെല്ലാവരും വനവാസം കഴിഞ്ഞ് തിരിച്ച് ഇവിടെ എത്തി, ഹസ്തിനപുരത്തിലെത്തി. അപ്പോ അവര് വന്നിട്ട് എന്ത് ചെയ്തു? ചോദിച്ചു, ഇനി നമ്മളെ വനവാസം കഴിഞ്ഞ് വന്നു, ഇനി നമുക്ക് നമ്മുടെ രാജ്യം തിരിച്ചു തരണം, അധികാരം തിരിച്ചു തരണം എന്ന് പറഞ്ഞപ്പോ ദുര്യോധനൻ എന്ത് ചെയ്തു? സഞ്ജയനെ വിട്ടിട്ട് പറഞ്ഞു, എനിക്ക് ഈ രാജ്യം നിങ്ങൾക്ക് അധികാരം തിരിച്ചു തരാൻ താല്പര്യമില്ല, ഞാൻ തരുന്നില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പൊ ഇവർ മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആയി, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇവര് തമ്മിൽ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. ഇതാണ് ബാക്കിയുള്ള കൗരവരും പാണ്ഡവരും തമ്മിലുള്ള ഡിഫറൻസ്. ഇവര് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ ഉടനെ എല്ലാവരും കൂടെ ഒരുമിച്ച് തീരുമാനമെടുത്തു. എന്താണ്? സെൻട്രൽ പോയിന്റ് ഭഗവാനാണ്. അപ്പോൾ ഗുരുമഹാരാജ് എപ്പോഴും പറയും, നമ്മുടെ ലൈഫിലും എപ്പോഴും സെൻട്രൽ പോയിന്റ് എന്ന് പറയുന്നത് ഭഗവാനായിരിക്കണം. നമ്മുടെ വീട്ടിലായാലും, അവിടെ ഈവൻ ഓഫീസ് ജോലി ചെയ്താലും, എവിടെ ചെയ്താലും നമ്മുടെ സെന്റർ ഓഫ് അട്രാക്ഷൻ, സെന്റർ ഓഫ് പോയിന്റ് എന്ന് പറയുന്നത് ഭഗവാനായിരിക്കണം. അപ്പൊ ഇവിടെ ഇവരെല്ലാരും കൂടെ തീരുമാനിച്ചു, ഒരുമിച്ചൊരു തീരുമാനം എടുത്തു, നമുക്ക് എന്താണ് ഭഗവാന്റെ അടുത്ത് പോവാം. ഭഗവാന്റെ അടുത്ത് പോയിട്ട് അവർ പറയുന്നത് ഇങ്ങനെയാണ്, വി ആർ സ്റ്റക്ക് ഇൻ എ ബിഗ് ട്രിക്കി സിറ്റുവേഷൻ. നമ്മൾ വളരെ ഒരു കുഴപ്പം പിടിച്ചൊരു അവസ്ഥയിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. എന്തെങ്കിലും രാജ്യം കിട്ടില്ല, ഇനിയിപ്പം എന്താണെന്ന് പോലും അറിയത്തില്ല. അല്ലയോ മധുസൂദന, മധു എന്ന് പറഞ്ഞ രാക്ഷസിനെ കൊന്ന ഭഗവാനെ, നമുക്ക് വേറെ ആരും ഇല്ല ഭഗവാനെ. വി ഡു നോട്ട് നോ എനിവൺ എൽസ്. നമുക്ക് വേറെ ആരും ഇല്ല. എന്താണ്? ആരുടെ പോയി ഹെൽപ്പ് ചോദിക്കണം നമുക്ക് അറിയത്തില്ല. അങ്ങല്ല, നമുക്ക് വേറെ ആരും ഇല്ല. അല്ലയോ പുരുഷോത്തമ, നമ്മളെ ദൈവം ഏത് ഗൈഡ് ചെയ്താലും എന്നിങ്ങനെ പറഞ്ഞിട്ട് ഭഗവാന്റെ അടുത്ത് അവര് ഈ മഹാഭാരതത്തിൽ 5, 70, 77 പറയുന്നുണ്ട്, ഒന്ന് നമ്മുടെ മെസ്സഞ്ചറായിട്ട് പോവുമോ എന്ന് ചോദിക്കും ഭഗവാന്റെ അടുത്ത്. ഭഗവാൻ ഈ പറയുന്ന ഇവരുടെ പ്രാർത്ഥന എല്ലാം കേട്ട് ഭഗവാൻ വളരെ ഹംബ്ലി ഹീഡ് എന്നാണ്, ഭഗവാൻ വളരെ വിനയത്തോടു കൂടി അത് കേട്ടു എന്നാണ് പറയുന്നത്. ഭഗവാൻ അത് വളരെ വിനയത്തോടു കൂടി കേട്ടിട്ട് യുധിഷ്ഠിരനോട് പറയാണ്, യുധിഷ്ഠിര, ദയവായി പറഞ്ഞാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്?
നിങ്ങൾ എന്ത് പറയുന്നോ അതുപോലെ എക്സാക്ട്ലി ഞാൻ അത് അതുപോലെ അനുസരിച്ച് ഞാൻ അതുപോലെ ഒബേ ചെയ്ത് ഞാൻ നിങ്ങൾ പറഞ്ഞ എല്ലാ വാക്കും ഞാൻ അതുപോലെ പ്രവർത്തിക്കാം. ഇത് പറയുന്നത് ആരാണ്? സാക്ഷാൽ ഭഗവാനാണ്. അപ്പോ ഭഗവാൻ ഇവിടെ നോക്കാൻ നേരത്ത് ഇവിടെ പറയുന്നുണ്ട്, ദൂതനായിട്ട് പോകുന്നുണ്ട്, ഒരു ഫ്രണ്ടായിട്ട് പോകുന്നുണ്ട്, മാമനായിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഭീഷ്മദേവര് പറയുന്നത്, നീ അങ്ങനെ ചിന്തിക്കരുത്. ഈ നിൽക്കുന്ന ആളെന്ന് പറയുന്നത് സാധാരണ ഒരാളെന്ന് ചിന്തിക്കരുത് എന്ന് ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോ അപ്പൊ എന്താണ്, ഭഗവാൻ ദൂതനായിട്ട് പോകാനായിട്ട് റെഡിയായി, ദൂതനായിട്ട് പോവുകയാണ്. അപ്പൊ ദൂതനായിട്ട് പോകുമ്പോൾ ഇദ്ദേഹം ഹസ്തിനപുരത്തിലെത്തി. എത്തിയ ഉടനെ ഭഗവാൻ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാല് യുധിഷ്ഠിരന്റെ ഇദ്ദേഹത്തിന്റെ അടുത്താണ്, വിതുരന്റെ അടുത്തേക്കാണ് പോകുന്നത്. വിതുരന്റെ അടുത്തേക്ക് പോകുമ്പോ വിതുരര് എന്നിട്ട് മെസ്സേജ് കൊടുക്കും, ദുര്യോധന മെസ്സേജ് കൊടുക്കും, ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്, ഞാൻ ഇന്ന് വിതുരന്റെ അടുത്ത് നിന്നിട്ട് നാളെ ഞാൻ നിന്നെ കാണാനായിട്ട് അങ്ങോട്ട് വരാം, ഞാൻ മെസ്സേജർ ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് പറയും. അപ്പോ വിതുരര് ഇദ്ദേഹത്തിന് ഭഗവാനെ കണ്ടുടനെ സാഷ്ടാംഗം പ്രണമിക്കുന്നത്, ഭഗവാനുള്ള സേവകളെല്ലാം ചെയ്യാൻ റെഡിയാക്കുന്നു, ഭഗവാൻ എന്തൊക്കെ ഇഷ്ടപ്പെട്ട ഭോഗയുണ്ടോ അതെല്ലാം റെഡിയാക്കുന്നത്, ഭഗവാനെ നല്ല രീതിയിൽ പരിചരിക്കുന്നത്, ഭഗവാന് വിതുരര് ഭയങ്കര ഹാപ്പിയാണ്. ഭഗവാന്റെ ശുദ്ധഭക്തനാണല്ലോ. അപ്പൊ അദ്ദേഹം വന്നിട്ട് ഭഗവാനെ നല്ല രീതിയിൽ സെർവ് ചെയ്തിട്ട് വിതുരര് ഭഗവാന്റെ അടുത്ത് പറയും, ഭഗവാനെ, ദുര്യോധനൻ ആര് പറഞ്ഞാലും കേൾക്കത്തില്ല, നല്ല അഡ്വൈസ് ആര് പറഞ്ഞാലും കേൾക്കത്തില്ല, ഭീഷ്മര് പറയുന്ന കേൾക്കുന്നില്ല, ദ്രോണര് പറയുന്ന കേൾക്കുന്നില്ല. അതുകൊണ്ട് അങ്ങ് നാളെ ഇത് സംസാരിക്കാനായിട്ട് ദൂതനായിട്ട് പോയി കഴിഞ്ഞാൽ അത് ഗുണം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം ഇത് കേൾക്കാൻ പോകുന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ദുര്യോധനന് സപ്പോർട്ടായിട്ട് കർണനും ശകുനിയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവര് പറയുന്നതേ അവര് കേൾക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ഭഗവാനെ അവിടെ ഒരുപാട് രാജാക്കന്മാരുണ്ട്. അവര് വന്നിട്ട് എന്താണ്, അങ്ങയുടെ ഭയങ്കര ശത്രുത ഉള്ളവരാണ്. ഭഗവാൻ എന്തായാലും അവർ ഇൻസൾട്ട് ചെയ്യും, ഭഗവാൻ എന്തായാലും അവർ എന്തെങ്കിലും പറഞ്ഞ് അപമാനിക്കും. അത് മാത്രമല്ല, ഭഗവാനെ ചിലപ്പോൾ അറസ്റ്റ് വരെ ചെയ്യും. അത് ചിലപ്പോൾ ഭഗവാനെ കൊന്നുകളയും അവർ, ഭഗവാനെ കൊല്ലാനായിട്ട് അവർ ശ്രമിക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഭഗവാനെ അങ്ങോട്ട് പോവല്ലേ എന്ന് പറയും. അപ്പോൾ തിരിച്ച് മഹാഭാരതത്തില് 5:91, 13-14 ശ്ലോകത്തില് 591, 13-14 ഇതിനകത്ത് ഭഗവാൻ തിരിച്ചൊരു റിപ്ലൈ കൊടുക്കും വിതുരന്. വിതുരരെ, ഞാൻ ആക്ച്വലി ഞാനൊരു എഫേർട്ട് ഇട്ട് ഇവിടെ വരണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, I will sincerely endeavor to bring welfare for the son of Dhritarashtra and Pandava. എനിക്ക് അത് മാത്രമല്ല, എല്ലാ ക്ഷത്രിയർക്കും, ഈ ലോകത്തുള്ള എല്ലാ ക്ഷത്രിയർക്കും പാണ്ഡവരുടെയും ധൃതരാഷ്ട്രയുടെയും മക്കൾക്ക് നല്ലത് വരണമെന്നാണ്, വെൽഫെയർ, അവരുടെ നല്ലതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതേ സമയത്ത് എല്ലാവർക്കും ഞാൻ നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്ന അതേ സമയം തന്നെ ഇപ്പം ദുര്യോധനൻ എന്നെ തെറ്റായിട്ട് വിചാരിച്ചാൽ എനിക്ക് കുഴപ്പമില്ല, ഞാനത് കാര്യമാക്കുന്നില്ല. അറ്റ്ലീസ്റ്റ് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുമല്ലോ, ഞാൻ ഇങ്ങനെ ഒരു വലിയൊരു വിപത്ത്, ഇവർക്കെല്ലാം വരാൻ പോകുന്ന വിപത്ത് ഞാൻ തടയാനായിട്ട് ശ്രമിച്ചല്ലോ, ഞാനൊരു എഫേർട്ട് ഇട്ടല്ലോ എന്ന് എനിക്കൊരു ഇത് വരുമല്ലോ എന്നുള്ളത്, എനിക്കൊരു തോന്നൽ വരുമല്ലോ എന്ന് ഭഗവാൻ വിതുരരോട് പറയണം. എന്നിട്ട് ഭഗവാൻ വിതുരരോട് പറയണം, എ ട്രൂ ഫ്രണ്ട് ഈസ് വൺ ഹൂ ക്യാരീസ് ദ ഫങ്ഷൻ ഓഫ് ആൻ ഇന്റർസെസർ വെൻ ഡിസെൻഷൻസ് ബ്രേക്ക് ഔട്ട് ബിറ്റ്വീൻ റിലേറ്റീവ്സ്. അതായത് ഇതെല്ലാം ആക്ച്വലി ഭഗവാൻ പറയുന്നത് നമുക്കൊരു പാഠമായിട്ടാണ്. ഇപ്പൊ ഒരു റിലേറ്റീവ്സിന്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ ഇടയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ അതിനെ പറഞ്ഞ് ശരിയാക്കാൻ നോക്കുന്ന ആളാണ് യഥാർത്ഥ ഒരു സുഹൃത്ത് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കും പല പല കാര്യങ്ങൾ അറിയാം, നമുക്കും പല സിറ്റുവേഷൻ നമ്മൾ പലരും കേട്ടിട്ടുണ്ട്. നമ്മൾ തന്നെ പറയും, ഇതിനിടയിൽ പോയി തലയിടണ്ട, തലയിട്ട് കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാവും. ആക്ച്വലി ഞാനോട്ട് പേഴ്സണലി അസോസിയേറ്റ് ചെയ്ത കുറച്ച് ഡിവോട്ടീസ് നമുക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ അന്ന് ഫൈനലി ഡിസൈഡ് ചെയ്ത് വെച്ചാൽ നമ്മൾ ഇനി ഇതിൽ കൈയെടുത്തുന്നില്ല, ഇനി ഭഗവാന്റെ തീരുമാനം എന്താണോ അതുപോലെ നടക്കട്ടെ എന്നുള്ളത്. ആക്ച്വലി അതാണ് വിജയിച്ചത്. ഭഗവാനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ആണ് ആക്ച്വലി സക്സസ് വരുന്നത്. ബട്ട് നമ്മളെ സൈഡിൽ നിന്ന് ട്രൈ ചെയ്തില്ല എന്നൊരു ഗിൽറ്റി ഫീൽ നമുക്ക് ഉണ്ട്. ഭഗവാൻ പേഴ്സണലി നമുക്ക് ഇതിനകത്ത് കാണിച്ചു തരികയാണ്. അപ്പൊ ഇവിടെ
നമ്മൾ നോക്കിക്കഴിഞ്ഞാല് മിത്രം എന്നൊരു വാക്ക് ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. മീ എന്ന് വെച്ച് കഴിഞ്ഞാല് ഡിസ്ട്രക്ഷൻ, ത്ര എന്ന് വെച്ച് കഴിഞ്ഞാല് അതിനെ മാറ്റുന്ന, ഹു പ്രൊട്ടക്ട്സ്. അപ്പൊ ഇവിടെ ഭഗവാൻ മിത്രം എന്നിവിടെ ഒരു ഭഗവാൻ തന്നെ സ്വയമേ ഡിക്ലെയർ ചെയ്യണം മിത്രം എന്നുള്ളത്. ആരുടെയാണ്? പാണ്ഡവരുടെയും കൗരവരുടെയും മിത്രമാണ്. ഭഗവാൻ അങ്ങനെ ഒരു പാർഷ്യാലിറ്റി ഒരിക്കലും ഇല്ല. ഭഗവാൻ വന്നിട്ട് ഭഗവാന്റെ പൊസിഷൻ തന്നെ ലോവർ ആക്കി ഭഗവാൻ താഴോട്ട് തരാൻ, ഒരു മെസ്സഞ്ചറായിട്ട് വരാനായിട്ട്, പാണ്ഡവരുടെ മെസ്സഞ്ചറായിട്ട് വരാനായിട്ട് ഭഗവാൻ റെഡിയാണ്. പക്ഷെ അതേ സമയം ഭഗവാൻ ഇങ്ങനെ മാമനായിട്ട് നിന്നാലും സുഹൃത്തായിട്ട് നിന്നാലും തേരാളിയായിട്ട് നിന്നാലും മെസ്സഞ്ചറായിട്ട് വന്നാലും ഭഗവാന്റെ പരമദിവ്യോത്തമൻ എന്നുള്ള പൊസിഷൻ ഭഗവാൻ ഒരിക്കലും താഴെ വരുന്നില്ല. ഭഗവാൻ താഴെ വന്ന് ഭഗവാന്റെ ഡിവോട്ടീസ്, ഭഗവാന്റെ യഥാർത്ഥ സ്വരൂപത്തിൽ നിൽക്കുകയും അതേസമയം ഇവരുടെ കൂടെ ഈ കുറച്ച് താഴോട്ട് വന്ന് ഡിവോട്ടീസിനെ സർവ് ചെയ്യുകയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഭഗവാൻ വന്നിട്ട് കൗരവരുടെയും പാണ്ഡവരുടെയും നല്ലതാണ്. അവർക്ക് ചിലപ്പോൾ അവർക്ക് ഈവിൾ ഇന്റൻഷൻ ഉണ്ടായിരിക്കും, വളരെ മോശമായിട്ടുള്ള ഇന്റൻഷൻ ഉണ്ടായിരുന്നതാണ്. എന്നാലും ഭഗവാൻ എന്താണ് നമുക്ക് കാണിച്ചു തരികയാണ്, നമ്മൾ നല്ലത് മാത്രം ചിന്തിക്കുക. ഭഗവാന്റെ ഇന്റൻഷൻ നല്ലതായിരുന്നു, ഇവിടെ ഇങ്ങനെ ഒരു യുദ്ധം വരണ്ട എന്ന് ഭഗവാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ഇതെല്ലാം ഭഗവാന്റെ പ്ലാനാണ്, നമുക്കെല്ലാം അറിയാം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ പരിപൂർണ്ണ പ്രഭു എല്ലാവരും പറഞ്ഞു, ആക്ച്വലി സുദർശൻ ചക്രം വന്ന് എല്ലാവരും ഓടി നടന്ന് കൊല്ലുകയായിരുന്നു. ഭയങ്കര സ്പീഡിന് ഓരോരുത്തർ ഇങ്ങനെ കട്ട് ചെയ്ത് പോയിരുന്നു. അർജുനൻ കാണുന്നുണ്ടത്. അർജുനൻ പറഞ്ഞു, നീ ഇതിന്റെ ക്രെഡിറ്റ് മാത്രം എടുക്കും, നീ പേര് മാത്രം എടുക്കുന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഭഗവാൻ വന്നിട്ട് ഇവിടെ അടുത്തൊരു കാര്യം എന്നുള്ളത്, ഭഗവാൻ ഒരു ഗ്രേറ്റ് ഹ്യൂമിലിയേഷന്റെ റിസ്ക് അവിടെ ഉണ്ട്. ഭഗവാൻ അവിടെ ചെല്ലാൻ നേരത്ത് ഭഗവാനെ കളിയാക്കും, ഭഗവാനെ ഹ്യൂമിലിയേറ്റ്, ഭഗവാനെ ആളുകൾ എന്ത് പറയും, അപമാനിക്കും. ഇതെല്ലാം ഭഗവാൻ അറിയാം. പക്ഷെ എന്നാലും ഭഗവാൻ അവിടെ എന്താണ്, ഭഗവാൻ അവിടെ പോയി. അതുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ കറക്റ്റായിട്ട് അദ്ദേഹം അഡ്രസ് ചെയ്യുന്നത്, ഇതിൽ അഡ്രസ് ചെയ്യുന്നത് പുരുഷോത്തമ എന്നാണ്. ഇത് ഈ ഒരു ഇൻസിഡന്റ് ഭീഷ്മദേവൻ അറിയാം. ഭീഷ്മദേവർ യുധിഷ്ഠിരൻ വന്നത് പറയുമ്പോൾ ആ ശരശയിൽ കിടന്നിട്ട് ഇത് ഓർത്തിട്ടാണ് ഈ കാര്യം ഇവിടെ പറയുന്നത്. ഭീഷ്മര് ഇത് വൺ ഓഫ് ദ റീസൺ, ഇത് ഓർത്തിട്ടാണ് ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇദ്ദേഹത്തിന്റെ അടുത്ത് പറയുന്നത്, നീ വിചാരിക്കുന്ന പോലല്ല ദുര്യോധന, അദ്ദേഹം വന്നിട്ട് സുഹൃത്തായിട്ടും മാമനായിട്ടൊക്കെ നിനക്ക് തോന്നുമെങ്കിലും നീ മനസ്സിലാക്കുക, ഇത് പരമദിവ്യോത്തമ കൃഷ്ണനായ ഭഗവാനാണ്. നിന്റെ അറിവില്ലായ്മ, ഇഗ്നോറൻസ് കൊണ്ടാണ് നീ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട്. പിന്നെ ഉള്ളത്, ഇവിടെ നോക്കിക്കഴിഞ്ഞാല് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഭീഷ്മദേവർ പറയുമ്പോൾ ഭഗവാൻ വന്നിട്ട് ഭക്തന്മാരെ വളരെയധികം നല്ല രീതിയിൽ സർവ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഈ ശ്ലോകം വന്നിട്ട് വേറെ 2 ശ്ലോകമായിട്ടൂടെ നമ്മൾ കണക്ട് ചെയ്യണം. അത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാല് 1:8:27 1:8:27 എന്ന് പറയുമ്പോൾ കുന്തി മഹാറാണിയുടെ പ്രയറാണ്. അതില് നമോ അകിഞ്ചന വിത്തായ നിവൃത്ത ഗുണവൃത്തേ ആത്മാരാമായ ശാന്തായ കൈവല്യപതേ എന്ന് പറഞ്ഞു. അതിന് വിവർത്തനം എങ്ങനെയാണ്, ഭൗതികമായി ദരിദ്രരായവരുടെ അമൂല്യ സമ്പത്തായ അങ്ങേക്ക് എന്റെ പ്രണാമങ്ങൾ സമർപ്പിക്കുന്നു. ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങളുടെ പ്രതിപ്രവർത്തനം അങ്ങയെ ബാധിക്കുന്നില്ല. ഈ പോയിന്റാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അങ്ങ് സ്വയം സംതൃപ്തനാകിയാൽ അതീവ സൗമ്യനും അദ്വൈതവാദികളുടെ അധിപനുമാകുന്നു. അതായത് ഭൗതിക പ്രതിപ്രവർത്തനങ്ങൾ അങ്ങയെ ബാധിക്കുന്നില്ല. ഭഗവാൻ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ലോവർ ആയിട്ടുള്ള പൊസിഷനിലോട്ട് വന്നാലും എന്താണ്, ഭഗവാനെ ഭൗതികമായിട്ടുള്ള ഒന്നും ബാധിക്കുന്നില്ല. ഇപ്പൊ ഭഗവാൻ ഇപ്പൊ ഭീഷ്മദേവർ പറഞ്ഞു കൊടുക്കുകയാണ്, സുഹൃത്തായിട്ട്, ഫ്രണ്ടായിട്ട്, തേരാളിയായിട്ട്, മാമനായിട്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ നിനക്ക് തോന്നുമെങ്കിലും മനസ്സിലാക്കുക, എന്താണ് കുന്തി മഹാറാണി അതിന് പറയുന്നുണ്ട് ഇതിന് മുന്നേ, ഭഗവാനെ ഇങ്ങനെ പ്രതിപ്രവർത്തനങ്ങൾ ഭഗവാനെ ബാധിക്കുന്നില്ല. അതുപോലെ തന്നെ 1:16 പറയുന്നുണ്ട് ഭഗവാൻ, ശ്ലോകം എടുത്തോട്ടെ, ആ 1:16 സർവ ലൗകികമായി എല്ലാവരും അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ അദ്ദേഹത്തിന്റെ അഹൈതുകമായ കാരുണ്യത്താൽ വിനയാന്വിതരായ പാണ്ഡവപുത്രർക്ക് ഒരു സേവകനെ പോലെ അവരുടെ ഇംഗിതമനുസരിച്ച് തേരാളി, ദൂതൻ, മിത്രം, നിശാകാവൽക്കാരൻ എന്നിങ്ങനെ എല്ലാവിധ സ്ഥാനങ്ങളും സ്വീകരിച്ചുകൊണ്ട് ഒരു ഇളയ സഹോദരനെ പോലെ പ്രണമിച്ചുകൊണ്ട് എല്ലാവിധ സേവനങ്ങളും
ചെയ്തു കൊടുത്തതായി പരീക്ഷിത് മഹാരാജാവ് ശ്രമിച്ചു. ഇത് ശ്രമിച്ച അദ്ദേഹം ഭഗവത് പാതാരബന്ധങ്ങളിൽ ഭക്താധിക്യമുള്ളവനായി തീർന്നു. ഇവിടെ നോക്കിയാൽ ഇപ്പൊ ഭീഷ്മദേവർ ഇവിടെ പറഞ്ഞതിന്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽ വെർഷനാണ് ഇവിടെ ഇദ്ദേഹം വ്യാസദേവനോട് എഴുതിയിരിക്കുന്നത്. എന്താണ്? തേരാളി, ദൂതൻ, മിത്രം, നിശാകാവൽക്കാരൻ, രാത്രിയിൽ കാവൽക്കാരനായിട്ട് വരെ ഭഗവാൻ ഇവിടെ നിന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തുകൊണ്ട് ഭഗവാൻ അങ്ങനെ നിന്നു എന്നുള്ളതാണ് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. എന്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ നിന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് ശുദ്ധഭക്തന്മാർക്ക് വേണ്ടിയിട്ട് ഭഗവാൻ എന്തും ചെയ്യും. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാല് ഈ ലോകത്തിന്റെ നാഥനാണ് ഭഗവാൻ എന്ന് പറയുന്നത്. എല്ലാ ഈ ഭൗതിക ലോകത്തിന്റെയും ആധ്യാത്മിക ലോകത്തിന്റെയും എല്ലാത്തിന്റെയും നാഥനാണ് ഭഗവാൻ. ഈ ഭഗവാൻ വന്നിട്ട് ഡിവോട്ടീസിനെ സെർവ് ചെയ്യുന്നത്, ഡിവോട്ടീസിന് അവർക്ക് പ്രണാമം അർപ്പിക്കുന്നു. എന്തുകൊണ്ട് ഭഗവാൻ വന്നിട്ട് ഡിവോട്ടീസിനെ പ്രണമിക്കുന്നു, അല്ലെങ്കിൽ ഈ പാണ്ഡവരുടെ സേവ ചെയ്യുന്നത്? അല്ലെങ്കിൽ നമുക്ക് തന്നെ അറിയാം, ഒത്തിരി പേര് അറിയാം, പൂന്താനത്തിന് ഭഗവാൻ എന്തുമാത്രം സേവിച്ചിട്ടുണ്ട്. ഭഗവാൻ എന്തുമാത്രം പൂന്താനത്തിന് വയസ്സായി ഇത്രയും ദൂരം വരാൻ പറ്റാത്തത് കൊണ്ട് ഗുരുവായൂരപ്പൻ എന്ത് ചെയ്തു? പൂന്താനത്തിന്റെ അടുത്ത് പോയിരുന്നു, ഇനി ഇങ്ങോട്ട് വരണ്ട, ഞാൻ എന്താ ഫ്രണ്ടിൽ വന്നു. ഭഗവാൻ വന്നിട്ട് കൊച്ചുകുട്ടിയായിട്ട് ഗുരുരമ്മയുടെ കൂടെ വന്ന് ഗുരുരമ്മയ്ക്ക് എല്ലാ സേവകളും ചെയ്തു കൊടുക്കുന്നത്. എന്തുകൊണ്ട് വെച്ചാൽ ശുദ്ധഭക്തർക്ക് വേണ്ടി ഭഗവാൻ എന്തും ചെയ്യും. അതിന്റെ റീസൺ, ഡിവോട്ടീസ് എന്ത് സിറ്റുവേഷൻ ആയാലും ഭഗവാനെ സെർവ് ചെയ്യണം എന്നുള്ളത് മാത്രമാണ് ശുദ്ധഭക്തരുടെ മനസ്സിലുള്ളത്. ഇത് ആക്ച്വലി നമ്മൾ കഥകൾ പറയുമ്പോഴും ഭാഗവതം ഇങ്ങനെ പറയുമ്പോഴും നമ്മളിങ്ങനെ കേട്ട് കളയാതെ, ആക്ച്വലി സത്യം പറഞ്ഞ ശുദ്ധഭക്തർക്ക് അല്ലെങ്കിൽ നല്ല നല്ല ഡിവോഷൻ ഇതുള്ളവർക്ക് അവർക്ക് ഹൃദയത്തിൽ തട്ടും ഇത് പറയുമ്പോൾ. മേ ബി ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ കിട്ടണമെന്നില്ല. അത് എന്റെ പ്യൂരിറ്റി കുറവാണ്, എല്ലാവരും ക്ഷമിക്കുക. എന്നാലും ഡിവോട്ടീസ് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ എടുത്ത് പറയാൻ ശ്രമിക്കുകയാണ്. അപ്പം അത് മിക്കവാറും അവർക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട് പ്രഭു, നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്. അപ്പോ താങ്ക് യു മാജി. അപ്പോ ആ ശുദ്ധഭക്തന്മാര് പറഞ്ഞ വാക്കായത് കൊണ്ട് ഡെഫിനറ്റ്ലി ഇത് ഗുണം ചെയ്യട്ടെ എന്ന് ഞാൻ മഹാരാജിന്റെ അടുത്തും പ്രഭാകരനും പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാല് ഭഗവാൻ വന്നിട്ട് ഭക്തന്മാരെ പ്രണമിക്കുന്നു, ഭക്തന്മാരെ സേവ ചെയ്യുന്നു. എന്തുകൊണ്ടെന്ന് വെച്ചാല് ആ ഡിവോട്ടീസ് എന്ത് സിറ്റുവേഷൻ ആയാലും എന്ത് കാരണമായാലും ഭഗവാനെ സെർവ് ചെയ്യണം എന്നുള്ളത് മാത്രമാണ് അവരുടെ മനസ്സിലുള്ളത്. ഭഗവാൻ ഒരിക്കലും ഭഗവാന്റെ പരമദിവ്യത്വമായുള്ള പൊസിഷൻ എന്ന് ഭഗവാൻ മാറിയിട്ടില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഭഗവാൻ എന്താണ് താഴേക്ക് വന്നിട്ട് ഭക്തന്മാരെ സെർവ് ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പോ ഒരു എക്സാമ്പിൾ ആയിട്ട് കാലചക് പ്രഭു പറഞ്ഞത്, ഒരാൾ നല്ല പഠിച്ച് ബിടെക്, എംടെക് അല്ലെങ്കിൽ BA, MA ഒക്കെ എടുത്ത് ഒരു ഗ്രാജുവേഷൻ ഒക്കെ എടുത്ത് നല്ല പൊസിഷനിൽ ഇരുന്നിട്ട് ജോലി ചെയ്യാൻ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് എന്ന് പറയുന്നത് ക്യാബ് ഡ്രൈവർ, വണ്ടി ഓടിക്കുന്ന ആളായിട്ടാണ്. അപ്പൊ അദ്ദേഹം പെട്ടെന്ന് അല്ലെങ്കിൽ കുറച്ചുകൂടെ ഫിസിക്കൽ ലേബർ ചെയ്യുന്ന ആളായിട്ടായിരിക്കും. അപ്പൊ അദ്ദേഹം പറയും, ഞാൻ ഇത്രയും പഠിച്ചു വന്നിട്ട് ആ പൊസിഷൻ വൈറ്റ് കോളർ ജോബല്ലേ ചെയ്യാനുള്ളത്, ഞാനിത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് കോമൺ ആയിട്ടുള്ള ഞാൻ ഉൾപ്പെടെ ചിന്തിക്കും. നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു സമയം കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പം ഇപ്പം പ്രൊജക്ട് മാനേജർ എന്ന ഒരു പൊസിഷനിൽ ഇരുന്നിട്ട് പെട്ടെന്നൊരു കോർഡിനേറ്റർ അല്ലെങ്കിൽ എൻട്രി ലെവൽ ഡെവലപ്പർ അല്ലെങ്കിൽ വേറെ ലെവലിൽ എൻട്രി ബാക്ക് ഓഫീസ് എൻട്രി ചെയ്യുന്ന ആളെന്ന് പറയുന്ന നേരത്ത് നമുക്കൊരു പെട്ടെന്നൊരു ഉള്ളിൽ കുത്തും. അല്ലെങ്കിൽ തന്നെ കൂടെയുള്ള കൊളീഗോ അല്ലെങ്കിൽ നമ്മുടെ സബോർഡിനേറ്റുള്ള ആരെങ്കിലും വന്ന് നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്ത് നമ്മളെ അതോറിറ്റി പറയുന്ന നേരത്ത് നമുക്ക് തന്നെ അറിയാതെ തോന്നും, ഇവരാരാണ് ഇത് പറയാനായിട്ട് എന്ന് നമുക്ക് അറിയാതെ തോന്നിപ്പോ പെട്ടെന്ന് നമ്മുടെ അതോറിറ്റി വരും. ഇത് കോമൺ ആണ്, മെറ്റീരിയലി കോമൺ ആണ്. പക്ഷേ ഭഗവാൻ വന്നിട്ട് അങ്ങനെ ഒന്നും ചിന്തിക്കുന്നില്ല. ഭഗവാനോട് കാണിച്ചു തരുന്നുണ്ട്. തേരാളിയായിട്ട് വരുന്ന അർജുനൻ കാലുകൊണ്ട് തട്ടും ഭഗവാനെ, ചവിട്ടും, ഇടത്തോട്ട് പോകണം വലത്തോട്ട് പോകണം എന്ന് പറയാനായിട്ട്. ഈ ഭീഷ്മദേവരുടെ പ്രയറിൽ, ഇനി അങ്ങോട്ട് വരുന്ന പ്രയറിൽ പറയാം, ഭീഷ്മദേവരുടെ അമ്പുകൾ കൊണ്ടിട്ട് ഭഗവാന്റെ ദേഹം മുറിഞ്ഞിട്ടുണ്ട്. ആ പൊടിപടലങ്ങൾ ഭഗവാന്റെ ദേഹത്ത് ആയിട്ടുണ്ട്, അതിന്ന് ചോര വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഭഗവാൻ എന്തിനു ശ്രമിച്ചു കഴിഞ്ഞാൽ അർജുനൻ അത്രയ്ക്ക് പ്യൂർ ഡിവോട്ടിയാണ്. അതുപോലെ നമ്മൾ ഓരോ എടുത്തു കഴിഞ്ഞാൽ പാണ്ഡുരംഗ ഭക്തന്മാർ എടുത്തു കഴിഞ്ഞാൽ അതുപോലെയാണ്. എന്തുമാത്രം ജഗന്നാഥന്റെ ഭക്തന്മാരെ എടുത്തു കഴിഞ്ഞാൽ, ഗീതാ പാണ്ഡ, അങ്ങനെ ആര് തന്നെ എടുത്തു കഴിഞ്ഞാൽ, ബന്ധു മോഹന്തി, ആരെടുത്താലും അവരെല്ലാരും ഭഗവാനെ സെർവ് ചെയ്യണം എന്നുള്ളത് മാത്രമാണ് അവർക്കുള്ളത്. അവരെ ഫ്രണ്ടിൽ വേറൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഭഗവാൻ എന്താണ് വന്ന് അവരുടെ സേവ ചെയ്യണം. അവർക്ക് വേറൊന്നുമില്ല. ഇപ്പൊ തന്നെ ഒരു കാര്യം ഇതിൽ പറയും, നമുക്ക് അർജുനൻ
ഭഗവാനെ കാണാൻ വരും, ദുര്യോധനനും കാണാൻ വരും. അപ്പോ ദുര്യോധനൻ വന്നിട്ട് ഭഗവാന്റെ കംപ്ലീറ്റ് പടങ്ങൾ, അക്ഷമണി പട എല്ലാം കൊണ്ടുപോകും. ഭഗവാൻ മാത്രമേ ഉള്ളൂ. അപ്പം അർജുനൻ എന്താണ് പറയുന്നത്? എനിക്ക് ഭഗവാന് മാത്രം മതി എന്നാണ് പറയുന്നത്. അപ്പം ദുര്യോധന ഭയങ്കര ആശ്വാസമാണ്. ഓ, സമാധാനമായി, ഭഗവാനെ മാത്രമല്ല എടുത്തോളൂ. പക്ഷെ ഭഗവാൻ യുദ്ധം ചെയ്യില്ല എന്ന് പറയും. അപ്പോ ഹിന്ദിയിൽ കർഷക പ്രഭു പറഞ്ഞ സെന്റൻസ്, ഹിന്ദിയിൽ ഒരു ചൊല്ലുണ്ടെന്ന് പറയും. അതിന്റെ മലയാളം ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്, ഈ പാല് കടയുന്ന സമയത്ത് മുകളിൽ പൊങ്ങി വരുന്നത് വെണ്ണയാണ്. അതാണ് അതിന്റെ ആക്ച്വൽ സത്ത്. ആ വെണ്ണയിൽ നമുക്ക് നെയ്യ് ഉണ്ടാക്കാം, ബാക്കിയുള്ള കാര്യങ്ങൾ. അതാണ് ഏറ്റവും ഗുണമുള്ള സാധനം എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത് ഈ ഈ ഗുണമുള്ള സാധനങ്ങളല്ല. അർജുനന്റെ അടുത്ത് ഭഗവാൻ കളിയാക്കി പറയും, അർജുന, പാല് കടഞ്ഞ് നല്ല വെണ്ണ ആര് കൊണ്ടുപോയി? ദുര്യോധനം കൊണ്ടുപോയി. നിനക്ക് കിട്ടിയിരിക്കുന്ന മോര്, ചാസ് എന്ന് പറയും, മോര് മാത്രമാണ് നിനക്ക് കിട്ടിയിരിക്കുന്നത്. ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ചോദിക്കും. എന്നിട്ട് ഭഗവാൻ ഇങ്ങനെ വാപത്തി ചിരിച്ചിട്ട് കളിയാക്കും അർജുനനെ. അർജുനൻ തിരിച്ചു പറയും, ഭഗവാനെ പ്രണമിച്ചിട്ട് പറയും, കണ്ണാ കൃഷ്ണ, വെണ്ണ കൊണ്ടുപോട്ടെ, എനിക്ക് കിട്ടിയിരിക്കുന്നത് വെണ്ണ കള്ളനെയാണ്. വെണ്ണക്കള്ളൻ എന്ന് പറഞ്ഞാൽ ആ കൊണ്ടുപോയ വെണ്ണയും മോഷ്ടിച്ച് എനിക്ക് തന്നെ തരും. സർവ്വലോകത്തിനെ നാഥനായ അങ്ങുള്ളപ്പോ ഞാൻ എന്തിനും ചെയ്യണം? അതാണ് ഓരോ ഡിവോട്ടീസിന്റെ തോട്ട് പ്രോസസ് എന്ന് പറയുന്നത്. അർജുനൻ ഒരിക്കലും അസൂയയില്ലായിരുന്നു ഭഗവാന്റെ കൂടെ. ഇതൊക്കെയാണ് അർജുനന്റെ പ്രതി. അതുകൊണ്ടാണ് ഭഗവാൻ എന്ത് ചെയ്യുന്നത്? ഭക്തന്മാരെ സേവിക്കണം എന്നുള്ള രീതിയിൽ ഭഗവാൻ ചിന്തിച്ച് ഇവിടെ എല്ലാം ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നേരത്തെ പറഞ്ഞ വാക്ക് പ്രിയം, മിത്രം, സുഹൃത്തമം, സൗഹൃദം എന്ന് പറയുന്നത്. വെൽവിഷർ നേരത്തെ പറഞ്ഞല്ലോ, വെൽവിഷർ എന്ന് പറയുമ്പോൾ സാധാ വെൽവിഷർ. പക്ഷെ ഇവിടുത്തെ വാക്ക് നോക്കിക്കഴിഞ്ഞാൽ ഉത്സുകനായിട്ടുള്ള അഭ്യുതകാംക്ഷി എന്നുള്ള രീതിയിലാണ് ഭഗവാൻ ഇവിടെ സർവ് ചെയ്തിരിക്കുന്നത്. അതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. അപ്പൊ നമുക്കും ഇതിനകത്ത് നിന്ന് പഠിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഭഗവാൻ നമുക്ക് ഭക്തരെ സർവ് ചെയ്യുന്ന ആറ്റിറ്റ്യൂഡ്. ഭഗവാൻ നമുക്ക് ഓരോ നിമിഷവും, ആക്ച്വലി നമ്മൾ ഭഗവാനെ മറന്നു പോയാലും ഭഗവാൻ നമ്മൾ ഈ ഇടുന്ന, ഇപ്പൊ തന്നെ രാവിലെ നമ്മളൊരു 45 മിനിറ്റ് ഭാഗവതം ശ്രവിക്കാനായിട്ട് ഇടുന്ന ഈ ഒരു എഫേർട്ട്, അല്ലെങ്കിൽ നമ്മൾ വന്ന് ക്ലാസ് എടുക്കാനായിട്ട് പഠിച്ചിട്ട് വന്ന് പറയുന്ന ഒരു എഫേർട്ട്, അല്ലെങ്കിൽ ഇത് ക്ലാസ്സിൽ എല്ലാ ദിവസവും കയറി ഇരുന്ന് കേൾക്കുന്ന ഒരു എഫേർട്ട്, ഭഗവാൻ അത് ഭയങ്കര സീരിയസ് ആയിട്ടാണ് എടുക്കുന്നത്. അതിന് നമുക്ക് ഓരോ ദിവസവും നമുക്ക് ക്ലാസ്സിൽ കയറാനും നമുക്കിത് കേൾക്കാനും നമുക്കിത് പറയാനുള്ള ചാൻസ് ഭഗവാൻ ഇങ്ങനെ ഓപ്പർച്യൂണിറ്റി തന്നുകൊണ്ടേയിരിക്കും. ഇതല്ലെങ്കിൽ വേറൊരു ഓപ്പർച്യൂണിറ്റി തരും. ഇപ്പൊ നമ്മൾ എന്തുമാത്രം ആഗ്രഹിക്കുന്നു അതിന്റെ 100 ഇരട്ടി ഭഗവാൻ നമ്മളെ ഇതിലോട്ട് വരാനായിട്ട് നമ്മളെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് പല ഡിവോട്ടീസും ചിലപ്പോൾ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. ഭഗവാൻ ഇങ്ങനെ നമ്മളെ ഫോഴ്സ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ ഭഗവാനെ മറന്നാലും ഭഗവാൻ ഇങ്ങനെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ മനഃപൂർവ്വം മറക്കുന്ന സമയങ്ങളിൽ മാത്രമാണ് ഭഗവാൻ എന്ത് ചെയ്യണം, മായാശക്തി അവിടെ വരുന്നത്. നമ്മൾ എത്രത്തോളം ഭഗവാന്റെ സേവ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, നമ്മൾ അത്രയും ഭഗവാൻ നമ്മളെടുത്ത്, നമ്മൾ പണ്ട് പോലെ കേൾക്കുന്നുണ്ട്, ഒരടി നമ്മൾ വെക്കുമ്പോൾ ഭഗവാൻ 1000 10,000 അടി നമ്മുടെ അടുത്തോട്ട് വെക്കും. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഭഗവാന്റെ അംശമാണ്. അപ്പൊ നമ്മൾ എത്രയും പെട്ടെന്ന് ഭഗവാന്റെ അടുത്തേക്ക് എത്തുക എന്നുള്ളത് നമ്മളെക്കാട്ടിലും ആവശ്യം ഭഗവാന്റെ ആവശ്യമുണ്ട്. ഇപ്പൊ എങ്ങനെയാണോ അറിവില്ലായ്മ കൊണ്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത്, അതുവരെ ഭഗവാൻ ജ്ഞാനദീപേന ആസ്വദ, ഭഗവാൻ അത് മാറ്റിത്തരും. ആ അന്ധകാരം നമുക്കത് മാറ്റിത്തരും. ഇപ്പോ പിന്നെ ഭഗവാൻ വന്നിട്ട് ഒരു ഫൈനൽ കാര്യം കൂടെ പറഞ്ഞാൽ ക്ലോസ് ചെയ്യാം. ജയാവിജയന്മാര് വന്നിട്ട് എന്താണ്, കുമാരന്മാര് ശപിക്കും. അപ്പൊ എന്താണ്, നിങ്ങൾ ഭഗവാന്റെ ഭക്തരായിട്ടും ഭഗവാന്റെ കാവൽക്കാരായിട്ട് നിങ്ങൾ ഇങ്ങനെ കാണിച്ചല്ലോ, അഹങ്കാരം കാണിച്ചല്ലോ എന്ന് ശപിക്കും. ഇത് കേട്ടിട്ട് ഭഗവാൻ ഓടി വരികയാണ് ഇവർക്ക് ശാപം കിട്ടുന്നതും. ജയവിജയന്മാർക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നെന്ന് പറഞ്ഞിട്ട് ഭഗവാൻ സഹിക്കാൻ പറ്റുന്നില്ല. ഭഗവാൻ വിഷമിച്ച് ഓടി വന്നിട്ട് അവരുടെ പറയാണ്, എന്തെങ്കിലും തെറ്റായിട്ട് ഭഗവാൻ ആക്ച്വലി ബെഗ്ഗയാണ് അവരുടെ അടുത്ത്, എന്തെങ്കിലും അവരുടെ കയ്യിൽ തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, ഞാൻ അതിനെ ക്ഷമ ചോദിക്കുന്ന അവരോട് സാക്ഷാൽ ഭഗവാനാണ്, ഗോലോക വൃന്ദാവനത്തിലുള്ള ഭഗവാനാണ് വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കും. ഫസ്റ്റ് മെറ്റീരിയൽ ക്രിയേഷൻ ആയിട്ടുള്ള ഇവരുടെ അടുത്താണ്, കുമാരന്മാരുടെ അടുത്താണ് ഭഗവാൻ. മെറ്റീരിയൽ ക്രിയേഷൻ ആണ്, ഭഗവാന്റെ അംശമാണ്, ബ്രഹ്മാവ് ക്രിയേറ്റ് ചെയ്തനുസരിച്ചുള്ളവരാണ്, സ്പിരിച്വൽ ആണെന്നുണ്ടെങ്കിലും സ്റ്റിൽ. അപ്പോ ഈ കുമാരന്മാരുടെ അടുത്ത് ഭഗവാൻ വെക്കുകയാണ്. എന്നിട്ട് 3:16-6 ശ്ലോകമാണെന്നാണ് തോന്നുന്നത്. 3:16-6 3:16-6 പറയാണ്, എന്തെങ്കിലും തെറ്റ് ചെയ്ത് ഭക്തന്മാർക്ക് എതിരെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ കൈകൾ തന്നെ മുറിച്ചു കളയാൻ റെഡിയാണ്, ഞാൻ മുറിക്കാം എന്നുള്ള രീതിയിൽ ഭഗവാൻ പറയാണ്. ഒരു ഭക്തന് വേണ്ടി ഭഗവാൻ എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് നോക്കണം. അപ്പോ നമ്മളെല്ലാവരും ഇന്നത്തെ ശ്ലോകത്തിൽ നിന്ന് പഠിക്കേണ്ടത്, ഭീഷ്മദേവര് നമ്മളെല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്, ഭഗവാൻ പല രൂപത്തിലും നമ്മളെ സഹായിക്കും.
ചിലപ്പോൾ മിത്രമായിട്ടോ സുഹൃത്തായിട്ടോ അല്ലെങ്കിൽ അഭ്യുദയകാംക്ഷിയായിട്ടോ ഉത്സുകനായിട്ടുള്ള അഭ്യുദയം അത്, പക്ഷെ അതിന് നമ്മൾ എന്തെങ്കിലും ശുദ്ധഭക്തരായിട്ടുള്ള കാറ്റഗറിയിലോട്ട് മൂവ് ചെയ്യണം. ആ മൂവ് ചെയ്യുന്നതിന്റെ പ്രോസസ്സാണ് ഡെയിലി ഉള്ള ഈ ശ്രീമദ് ഭാഗവതം. അപ്പൊ എല്ലാവരും ദയവായി എല്ലാ ദിവസവും ക്ലാസ്സിൽ കയറുക. ഇന്ന് ഭീഷ്മദേവര് പറഞ്ഞു തന്നതുപോലെ ഭഗവാൻ ഒരിക്കലും നമ്മളെ മനസ്സിലാക്കി തരുന്നു. ഭഗവാന്റെ വ്യക്തിസ്വരൂപം പരമദിവ്യത്വം പുരുഷനെന്ന് താഴോട്ട് ഒരിക്കലും വരുന്നില്ല. യുധിഷ്ഠിരന് തോന്നിയ പോലെ നമുക്ക് തോന്നാം. പല സമയത്തും നമ്മൾ ഭഗവാന്റെ ഡേറ്റ് വർഷിപ്പ് ചെയ്യുന്ന ഇത് ജഗന്നാഥനല്ലേ, ജഗന്നാഥന്റെ വിഗ്രഹമല്ലേ, തടിയിലുണ്ടാക്കിയ വിഗ്രഹമല്ലേ. ഇപ്പൊ നമ്മള് രാധാ നിർമ്മാണ സത്സംഗം നോക്കിയാല് ഭഗവാനുണ്ട്. നമ്മൾ ജഗന്നാഥന്റെ സേവ ചെയ്യും. ജഗന്നാഥന്റെ സേവ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പം നമ്മള് ആർട്ടിഫിഷ്യലി അല്ലെങ്കിൽ എന്താ പറയുക മെറ്റീരിയൽ അല്ലെ മെക്കാനിക്കലി ഭഗവാനെ ചിലപ്പോൾ ആരതി ചെയ്യാം. ചിലപ്പോൾ മൈൻഡ് മാറിപ്പോവാം. അല്ല ഭഗവാനെ ഓഫർ ചെയ്യാം, ഭഗവാന്റെ ഫ്രണ്ടിൽ കീർത്തനം ചെയ്യാം. സൺഡേ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ നമ്മൾ ഭഗവാന്റെ ഫ്രണ്ടിൽ നിൽക്കാം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭഗവാൻ ആ ഉണ്ട കണ്ണ് വെച്ചിട്ട് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. റിയൽ പേഴ്സണലായിട്ട് ഭഗവാൻ അവിടെ ഇരിക്കണം. ഒരു തവണ മഹേശ്വര മഹാരാജിന്റെ അവിടെ രാജ്കോട്ട് വലിയ അന്ന് ഒമ്നിയർ ഉണ്ടായിരുന്നു. ഒമ്നിയിലാണ് ഭഗവാന്റെ വിഗ്രഹം കൊണ്ടുവരുന്നത്. ഭഗവാന്റെ വിഗ്രഹം ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് ഫ്രണ്ടിൽ പോകുന്ന ഒരു ജഗന്നാഥനെ കൊണ്ടുവന്ന് മഹാരാജ് പുറകിലിരിക്കുകയാണ്. പുറകിലെ വണ്ടിയിലും ബലദേവ് ഉണ്ട്, അതിന്റെ പുറകിൽ സുഭദ്രദേവി ഉണ്ട്. അപ്പൊ ഇങ്ങനെ കൊണ്ടുവരുമ്പോ ഫ്രണ്ടിൽ പോയ വണ്ടി ഒരു ഹമ്പിൽ കുറച്ച് സ്പീഡിന് ചാടി. അപ്പൊ മഹാരാജ് പെട്ടെന്ന് ഡാഷ്ബോർഡിൽ അടിച്ചിട്ട് അവരെ വിളിക്കും, വണ്ടി നിർത്താൻ പറഞ്ഞു. അവരുടെ അടുത്ത് വണ്ടി നിർത്താൻ പറഞ്ഞ് അതിരിക്കുന്ന സാക്ഷാൽ ഭഗവാനാണ്. ഭഗവാൻ എങ്ങനെ ഇങ്ങനെ കുലുക്കിയിട്ട് കൊണ്ടുപോകാൻ പറ്റും? അപ്പൊ നമ്മള് ഭഗവാന്റെ വിഗ്രഹത്തിൽ തൊടുമ്പോഴും നമ്മൾ അത് മനസ്സിലാക്കണം. സാക്ഷാൽ ഭഗവാനായിട്ട് നമ്മുടെ പുറം എങ്ങനെയാണ് അതുപോലെ ഭഗവാൻ വന്നിട്ട് നമ്മളെ ഫ്രണ്ടിലുണ്ട്. ഇപ്പൊ ജഗന്നാഥന്റെ സേവ, ജഗന്നാഥ രഥയാത്ര വരുന്നുണ്ട്. രഥയാത്രയ്ക്ക് നമുക്ക് ഇഷ്ടം പോലെ സേവ ചെയ്യാം. ഭഗവാന് എന്തുമാത്രം സേവ ചെയ്യാൻ പറ്റും ഇതിനകത്ത്? ഒരുപാട് സേവ ചെയ്യാൻ പറ്റും. ഭഗവാനെ നമുക്ക് ഫ്രണ്ട് ക്ലീൻ ചെയ്യാം, ഭഗവാന് ഡ്രസ്സ് തയ്ക്കുന്നതിൽ അതിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, അതിന് കോൺട്രിബ്യൂട്ട് ചെയ്യാം. അന്നദാനമുണ്ട്. എത്ര പേർക്കാണ് നമ്മൾ ജഗന്നാഥ പ്രസാദം കൊടുക്കുന്നത്? ജഗന്നാഥ പ്രസാദം ഒരു തവണ കഴിച്ചാൽ മതി മോക്ഷം കിട്ടുമെന്നാണ് പറയുന്നത്. നമ്മൾ ആയിരക്കണക്കിന് ആളുകൾക്കാണ് പ്രസാദം കൊടുക്കാൻ പോകുന്നത്. അപ്പൊ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, അതിന്റെ അന്നദാനത്തിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഫിസിക്കലി പറ്റിയില്ലെങ്കിൽ നമുക്ക് ആളുകൾക്ക് റെക്കമെൻഡ് ചെയ്യാം. കാരണം നമ്മൾ സ്വല്പം അല്പസ്യ ധർമ്മസ്യ ത്രായുധോ മഹതോദ്വായ എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ആ ഇടുന്ന ചെറിയൊരു എൻഡവർ, ചെറിയൊരു പരിശ്രമം എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. അപ്പം ഈ വരുന്ന രഥയാത്ര, നമുക്ക് 3 രഥയാത്രയുണ്ട്. കൊല്ലത്തുണ്ട്, തിരുവനന്തപുരത്തുണ്ട്, കാട്ടാക്കടയുണ്ട്. ഏത് രഥയാത്രയിലാണോ ജഗന്നാഥ സ്വാമിക്ക് നമുക്ക് സേവ ചെയ്യാൻ പറ്റുന്ന എല്ലാവരും വളരെ ഉത്സുകമായിട്ട്, നമുക്കിനി 1 മാസമേ ഉള്ളൂ. ഈ 1 മാസം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് എൻജോയ് ചെയ്ത് ഡെയിലി ഭാഗവതം പഠിച്ച് ഭഗവാന്റെ സേവ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാം. ഇന്ന് നമ്മള് ഭീഷ്മദേവർ പറഞ്ഞതുപോലെ നമ്മുടെ മനസ്സിൽ ഒരിക്കലും ഭഗവാൻ താഴോട്ട് വരികയാണ് എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് വേണ്ട. ഭഗവാൻ എപ്പോഴും പരമദിവ്യത്വം പുരുഷനായിരിക്കുകയും അതേസമയം ഉറ്റ സുഹൃത്തായും അഭ്യുദയകാംക്ഷിയായും ഉപദേഷ്ടാവായും എല്ലാം തന്നെ എങ്ങനെയാണ് ദൂതനായിട്ട് നിന്നത്, അതുപോലെ ഇവിടെ നിൽക്കുന്ന ഓരോ ഡിവോട്ടീസിനും ഭഗവാന്റെ പേഴ്സണൽ അസോസിയേഷൻ കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു, പ്രണാമം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. രാധേ രാധേ. ഹരേ കൃഷ്ണ പ്രഭുജി, പ്രണാമം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. പ്രണാമം പ്രഭു. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു പ്രഭുജി. ശുദ്ധഭക്തന്മാരുടെ ഇത് അപ്പം നമുക്ക് ആക്ച്വലി ശുദ്ധഭക്തന്മാരുടെ ഭക്തി രസാമൃത സിന്ധുവിൽ ഒരു സെന്റൻസ് പറയുന്നുണ്ട് പ്രഭു. ശുദ്ധഭക്തന്മാർ എന്ന് പറയുന്ന ആ ഒരു ലെവലിലോട്ട് എത്തുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയാണ്. ഐ മീൻ നമുക്കത് എത്തിപ്പെടുക എന്ന് പറയുന്നത് നമ്മൾ അത്രത്തോളം സേവകളും ഇതുമെല്ലാം ചെയ്താണ് ആ ഒരു ഇതിൽ എത്തുന്നത്. അപ്പം ആ ഒരു അവസ്ഥയിലോട്ട് എത്തുന്നതിന് ഭഗവാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ അതുപോലെ തന്നെ ആ ഒരു പോസ്റ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ഒരു ശുദ്ധഭക്തി എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് വളരെയധികം നമ്മൾ ഇത് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പൊ എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ശുദ്ധഭക്തന് എന്നെ വിലക്ക് വാങ്ങിക്കാൻ പറ്റുമെന്നാണ് ഭഗവാൻ പറയുന്നത്. അത്രയും ഒരു ഇതിലുള്ള പോസ്റ്റ് ആണ് ശുദ്ധഭക്തൻ എന്ന് പറയുന്ന അവസ്ഥ. ഹരേ കൃഷ്ണ പ്രഭു. ശുദ്ധഭക്തൻ എന്ന് പറഞ്ഞാൽ മഹാരഥന്മാരെന്നല്ലേ അർത്ഥം? മഹാരഥൻ അതല്ലേ? 12 മഹാരഥന്മാർ അതാണ്. മഹാജനമാണ് മാജി ഉദ്ദേശിച്ചത്. മഹാജന. ഓക്കെ. 12 മഹാജനന്മാരുണ്ട്. ഇത് വേറെയാണോ ശുദ്ധഭക്തൻ എന്ന് പറയുന്നത്? അതുപോലെ ഒരുപാട് ഡിവോട്ടീസ് ഉണ്ട് മാജി. അതായത് ഭഗവാനുമായിട്ട് ഒരുപാട് കണക്റ്റഡ്. ആർക്കും ആരിലാണോ ഒരു ദോഷം ഉണ്ടാകാത്തത്, ആരിലാണോ ഒരു ഉപദ്രവം ഉണ്ടാകാത്തത്. ബേസിക്കലി നമ്മൾ ഈ ഭാഗവതം എല്ലാം പഠിക്കുന്ന മാജി
നമ്മുടെ ആ ബിഹേവിയർ നന്നാവാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ സ്വഭാവം ആ ഇതാണ് അത് ഗുരുമാരാജ് എപ്പോഴും അത്യാവശ്യം. പറയുന്നത്. അതെ. അപ്പൊ അത് ചെയ്യുമ്പോൾ തന്നെ ആക്ച്വലി ആ കാറ്റഗറിയിലോട്ട് പതുക്കെ പതുക്കെ നമ്മൾ മൂവ് ചെയ്ത് അതെ മാറും. അതെ അതെ അതെ. പിന്നെ ഉള്ളത് ശുദ്ധഭക്തന്മാർ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട് മാജി. ശാസ്ത്രങ്ങളിൽ ഒരുപാട് സ്ഥലത്ത് പല പല റെഫറൻസ് ഉണ്ട്. ഇപ്പൊ ആ എനിക്ക് പെട്ടെന്ന് ശുദ്ധഭക്തൻ എന്നുള്ള എക്സാക്ട്ലി ആ ശുദ്ധഭക്തന്റെ റെഫറൻസ് എനിക്ക് ഓർമ്മ വരുന്നില്ല. ഏതെങ്കിലും ഡിവോട്ടീസ് ഇതിനകത്ത് അങ്ങനെ എക്സാമ്പിൾ പറയാൻ പറ്റുമെങ്കിൽ നന്നായിരിക്കും. ശുദ്ധഭക്തൻ എന്ന് പറയുന്നത് എപ്പോഴും ഭഗവാൻ മനസ്സിലുള്ളവരാണ്. ഇപ്പൊ പൂന്താനം ശുദ്ധഭക്തനാണ് നമ്മുടെ ഫ്രണ്ടിൽ എക്സാമ്പിൾ. അംബരീഷ് മഹാരാജാവ് പ്രഹ്ലാദ മഹാരാജാവുണ്ട്, പ്രഹ്ലാദ് മഹാരാജുണ്ട്, ആ കുറൂരമ്മ. കുരൂരമ്മയുണ്ട്. അവർക്കെന്ന് വെച്ചാൽ ഭഗവാൻ വില്ലുമംഗല അവരുടെ സ്വാമിയാര്. ഫ്രണ്ടില് അവരുടെ ഫ്രണ്ടിൽ വേറെ ആരും ഇല്ല. അവരുടെ ഹരേ ഫ്രണ്ടില് കൃഷ്ണ പ്രഭുജി. നവവിധ ഭക്തിയില് ആർക്കാണ് മുന്നേറാൻ പറ്റണത് അവരുടെ പടിപടിയായിട്ട് അവര് ഭഗവാന്റെ ഇപ്പൊ ഞാന് അല്ല ആക്ച്വലി മഹാരാജ് എപ്പോഴും പറയും, ഗുരു മഹാരാജ് പറയും, നമ്മൾ ആക്ച്വലി ഭയങ്കര ടെക്നിക്കാലിറ്റി ഒന്നും നോക്കണ്ട, നമ്മള് സിമ്പിൾ ഭക്തി ചെയ്യുക. ഇവർ മഹാരാജിനെ പറയും നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ചിട്ട് നിങ്ങൾ ഭഗവാനെ ഭക്തി ചെയ്യുക. മഹാരാജിന് ഒരു തവണ ഒരു ക്ലാസ്സിൽ പറയുണ്ടായ ഒരു കുട്ടിയുടെ അടുത്ത്, ഇത് വലിയ ആളുകൾക്കുള്ളതല്ല കുട്ടികൾക്കുള്ളതാണ്, മംഗളാരതി ഡെയിലി ചെയ്യണം. ഇപ്പൊ സ്കൂളിൽ പോകുന്ന സമയത്ത് രാവിലെ എഴുതി മംഗളാരതി, സ്കൂളിൽ പോകുന്നതിന് മുന്നേ മംഗളാരതി ചെയ്തിട്ട് പോകണം. സംസാരധാമ പാടി, നരസിംഹ മന്ത്രം പാടി, തുളസി മന്ത്രം പാടി ഒരു ചെറിയ മംഗളാരതി ചെയ്തിട്ട് പോകണം. അത് പറ്റില്ലെങ്കിൽ സ്കൂളിൽ നിന്ന് വന്നിട്ട് ചെയ്. ഇതാണ് മഹാരാജ് പറഞ്ഞത്. അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ഭക്തി ചെയ്. ഈ വേദിക് കൾച്ചർ, വൈദികമായിട്ടുള്ള ഈ കൾച്ചർ നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യണം. അത് നമുക്ക് എപ്പോഴും ഗുണം ചെയ്യും. അത് നമ്മൾ കൂടുതൽ ഭഗവാന്റെ അടുത്തേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കും. ആ അടുപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രാജുവലി ഭക്തനായിട്ട് മാറിക്കോളും. നമ്മൾ ഭയങ്കര ടെക്നിക്കാലിറ്റി കാര്യങ്ങളിലോട്ട് പോകണ്ട. സിമ്പിൾ ആയിട്ട് ഡെയിലി ഭാഗം നമ്മൾ പഠിക്കുന്നത്, ഇതിന്ന് എന്ത് പഠിച്ചു, അത് നമുക്ക് എങ്ങനെ പ്രാക്ടിക്കലി ലൈഫിൽ ചെയ്യാം. ഇന്നിപ്പോ നമ്മൾ പഠിച്ചത് എന്താണ്? നമ്മള് ഭഗവാനെ ഒരു നോർമൽ പേഴ്സൺ ആയിട്ട് തിങ്ക് ചെയ്യരുത്. നമ്മള് ഭഗവാൻ എപ്പോഴും ഭഗവാന്റെ പൊസിഷനിൽ തന്നെ ഉണ്ടാവും. പിന്നെ ഭഗവാൻ നമുക്ക് ഇത് എന്തുകൊണ്ടാണ് അദ്ദേഹം ആ സിറ്റുവേഷൻ ആലോചിച്ചെന്ന് വെച്ച് കഴിഞ്ഞാല്, ആ സമയത്ത് ഭഗവാൻ ഈവൻ ചീത്തയായിട്ടുള്ള ആളുകൾ ആയിരുന്നിട്ട് കൂടെ, അവരുടെ ഇന്റൻഷൻ ഈവിൾ ആയിരുന്നിട്ട് കൂടിയും ഭഗവാൻ എന്ത് ചെയ്തു? അവരുടെ നല്ലതിന് വേണ്ടിയിട്ട് പോയി സംസാരിക്കുകയാണ് ചെയ്തത്. വിദുരന്റെ അടുത്ത് എന്താണ് പറയുന്നത്? വലിയൊരു പ്രശ്നം വരാതിരിക്കാനായിട്ട് യഥാർത്ഥ സുഹൃത്ത് എന്താണ്? ഒരു പ്രശ്നം വരുമ്പോൾ അതിന് സോൾവ് ചെയ്യാൻ നോക്കുന്ന ആളാണ്. നമ്മൾ തന്നെ നമ്മുടെ പേര് നശിക്കും എന്ന് കണ്ടു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു പ്രശ്നം നടക്കുന്നത്, ഇപ്പൊ നമ്മൾ പോയിട്ട് നമ്മുടെ പേര് നശിക്കും എന്ന് കണ്ട് ഇപ്പൊ ആ പ്രശ്നത്തിൽ ഇടപെടണ്ട, ഞാനും കൂടെ ഇനി നാണം കെടും, എന്റെ പേര് മോശമാകും സമൂഹത്തിൽ എന്ന് കരുതി നമ്മൾ മാറും. പക്ഷെ ഭഗവാൻ അങ്ങനെയല്ല. ഭഗവാൻ ശരി, കുഴപ്പമില്ല, എന്നെ ആളുകൾ കളിയാക്കാനും കുഴപ്പമില്ല, ഞാൻ പോയി അവരെ ഹെൽപ്പ് ചെയ്യാം. എന്താണ്? വൈഷ്ണവ ജനത്തോ തേനെ കഹിയെ പീട്ട് പരായെ ജാനീരെ. മറ്റൊരാളുടെ വിഷമം കണ്ടിട്ട് നമുക്ക് എന്തെങ്കിലും സഹായിക്കാൻ പറ്റണം. അവർക്ക് ഫുൾ അവരെ ഇത് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് അറ്റ്ലീസ്റ്റ് വൈഷ്ണവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ സഹായിക്കണം, ഫുൾ ചെയ്യണം. നമ്മൾ അവരെ എന്തൊക്കെ സഹായിക്കാൻ പറ്റി ചെയ്യും. ഇങ്ങനെയുള്ള ബേസിക് ബിഹേവിയർ നമ്മൾ ശരിയാക്കാൻ നേരത്തെ ഗ്രാജുവലി ആ കാറ്റഗറിയിലോട്ട് വരുന്നത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. പ്രണാമം പ്രഭു. നമ്മുടെ ആചാര്യന്മാര്, ചില പ്രഭുപാദ്, നമ്മുടെ ഗുരുക്കന്മാര്, അവരെല്ലാം ശുദ്ധഭക്തന്മാരല്ലേ? എന്ത് ചോദ്യം മാജി? അല്ല പ്രഭു, ഒരുപാട് വലിയ അതിലേക്ക് പോകണം. നമ്മുടെ അടുത്ത് തന്നെ നമ്മള് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട് ശുദ്ധഭക്തന്മാര്. അപ്പൊ അവരെ നമ്മൾ ശുദ്ധഭക്തന്മാരെന്ന് നമ്മള് പറയണ്ടേ? അവര് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നവരാണ്. ഒരുപാട് മഹാജൻ ഭീഷ്മദേവനൊക്കെ എത്രയോ മുമ്പുള്ളതാണ്. ഇപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് അസോസിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മള് ഭഗവാന്റെ പ്രതിനിധി, ഭഗവാനെ പോലെ തന്നെ ഗുരുവിനെ കരുതന്നാണ്. അപ്പൊ അവരെല്ലാം ശുദ്ധഭക്തന്മാരാണ്. അവരെ നമ്മൾ അതുപോലെ തന്നെ പൂജിക്കണം, ആരാധിക്കണം. അങ്ങനെ പറഞ്ഞ പ്രഭുപാദരെയൊക്കെ അങ്ങനെ പറയാൻ തോന്നുന്നതുകൊണ്ട് പറഞ്ഞാണ് പ്രഭു. സോറി പ്രഭു. താങ്ക് യു മാജി. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. നമ്മള് വലിയ വലിയ ഭക്തന്മാരെ ചിന്തിച്ചു പോയി. പക്ഷേ മാജി പറഞ്ഞ കറക്റ്റ് ആണ്. സേവി ഭഗവാനും സേവക ഭഗവാനും എന്നാണ് പറയുന്നത്. സേവക ഭഗവാൻ, സേവ്യ ഭഗവാൻ, അത് രണ്ട് കാറ്റഗറി. അതില് ഒന്ന് ഡയറക്റ്റ് ഭഗവാൻ, ഒന്നെന്ന് പറയുന്ന ഗുരുവിനെയാണ് പറയുന്നത്. അത് അവരവരുടെ ഗുരുവിനെ സേവിക്കുന്നത് തന്നെയാണ് ഫസ്റ്റ് കാര്യം. അത് കഴിഞ്ഞ് പിന്നെ അതിന്റെ അപ്പുറത്തോട്ട് വേറെ ഒന്നുമില്ല മാജി. അതാണ് നമ്മുടെ ലോകം എന്ന് പറയുന്നത്. പ്രഭുപാദ് പറയാനുണ്ട്, ഐ ഡോണ്ട് ഹാവ് എനി കണക്ഷൻ വിത്ത് കൃഷ്ണ. എനിക്ക് ഭഗവാനായിട്ട് ഒരു കണക്ഷൻ ഇല്ല. ഐ ഹാവ് കണക്ഷൻ വിത്ത് മൈ ഗുരു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. അത് ചെയ്യുമ്പോൾ ഡയറക്ട്ലി ഡയറക്ട്ലി ഭഗവാന്റെ കൃപയിലോട്ട് വരും, ഭഗവാന്റെ കണക്ഷനിലോട്ട്
വരും. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. പ്രണാമം പ്രഭു. യസ്യ പ്രസാദാത് ഭഗവത് പ്രസാദം. ലക്ഷ്മീനാഥ ദേവിദാസി മാതാജി കമന്റ് ഇട്ടിട്ടുണ്ട്. താങ്ക് യു മാതാജി. മാതാജി എനിക്കൊരു ടൈം ആയെന്ന് തോന്നുന്നു, നമുക്ക് ക്ലോസ് ചെയ്യാം. വേറെ എന്തെങ്കിലും കമന്റ്സ് ഉണ്ടോ? ഹരേ കൃഷ്ണ. അശ്വിനി മാതാജി ക്ലോസ് ചെയ്യാം. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഓക്കെ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. സിന്ധുഭേവ പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ശ്രീമദ് ഭാഗവത് കി ജയ്. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച് പ്രഭു. ഹരേ കൃഷ്ണ.